വംശീവിഭൂഷിതകരാൽ നവനീരതാപാൽ പീതാംബരാൽ അരുണബിംബപരാധരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത്പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം പൂർവാർദ്ധം ത്രയത്രിംശോധ്യായ 33-ാമത്തെ അധ്യായം. രാസപഞ്ചാധ്യായിയിലെ അവസാനത്തെ അധ്യായമാണത്. ശ്രീശുക ഉവാച ഇത്തം ഭഗവതോ ഗോപ്യ ശ്രുത്വാ വാച സുപേശല ജഹുർവിരഹജന്താപം തദംഗോപജിതാശിഷ. ശ്രീ സുബ്രഹ്മർഷി പറയുകയാണ് പരീക്ഷത്തിനോട്, ഇപ്രകാരമുള്ള ഭഗവാന്റെ സുപേശല വാച ശ്രുത്വ, ഭഗവാന്റെ വളരെ മാർദ്ദവമേറിയുള്ള മൃദുവായിട്ടുള്ള വാക്കുകളെ കേട്ടിട്ട് ഗോപ്യ, ആ ഗോപികമാർ തദംഗോപചിത ആശിഷ, അദ്ദേഹത്തിൻ്റെ അംഗസംഗത്താൽ പൂർണ്ണമായ മനോരഥത്തോടും കൂടിയവരായിട്ട് വിരഹജം താപം ജഹു, ആ ഭഗവാനോട് ആ വിരഹം കൊണ്ടുണ്ടായിരുന്ന അവരുടെ താപമുണ്ടല്ലോ അതിനെ ഉപേക്ഷിച്ചു. തത്രാരഭത ഗോവിന്ദോ രാസക്രീഡാം അനുവ്രതൈ സ്ത്രീരത്നൈരന്വിതപ്രീതൈർ അന്യോന്യാബദ്ധബാഹുവീ. അതിനുശേഷം തത്ര അവിടെ വെച്ച് ഗോവിന്ദൻ ശ്രീ അനുവ്രതൈ പ്രീതൈ, ആ താൻ പറഞ്ഞ എന്താ പറഞ്ഞാൽ കേൾക്കുന്ന അതിൻ്റെ അനുസരണശീലമുള്ള ഉള്ളവരായിട്ടുള്ള അതുമാതിരി പ്രീതൈ തന്നിൽ പ്രിയം ജനിച്ചവരും അന്യോന്യ ആബദ്ധ ബാഹുവി പരസ്പരം കൈകോർത്ത് പിടിച്ചവരുമായ സ്ത്രീരത്നൈ, ആ ഉത്തമ സ്ത്രീകളോട് ചേർന്ന് അന്വിത ഇടചേർന്നവനായിട്ട് രാസക്രീഡാം ആരഭത, രാസക്രീഡയെ ആരംഭിച്ചു എന്നാണ്. രാസക്രീഡ എന്ന് പറഞ്ഞാൽ താളത്തിനൊത്തിട്ടുള്ള ആ പദവിന്യാസങ്ങളോട് കൂടിയിട്ടുള്ള ഒരു നൃത്തമാണ്. ആ പദ അഭിനയമാണ് നൃത്യം. ആ രസാഭിനയം എന്നുള്ളത് കൂടിയായാൽ നാട്യം. രാസലീല എന്നുള്ളത് ഒരു നൃത്യവിശേഷമാണ്. രാസക്രീഡം രാസോ നാമ ബഹുനർത്തകീയുക്തോ നൃത്യവിശേഷസ്ഥാം ക്രീഡം എന്നാണ് ശ്രീധരീയത്തിൽ പറയണത്. ഇത് നൃത്തമല്ല, നൃത്യമാണ്. അതിനാൽ നൃത്തത്തിൻ്റെ പ്രകടനമായിട്ടുള്ള ആ താളലയ അനുസൃതമായുള്ള അംഗചലനവും പദാർത്ഥാഭിനയവും ഒക്കെ ചേർന്നിരിക്കണം എന്നാണ്. യോഗേശ്വരനായിട്ടുള്ള ആ ഭഗവാൻ യോഗമായുടെ സഹായം കൊണ്ടാണ് തന്നെ പ്രാണനേക്കാൾ സ്നേഹിച്ചുള്ള ഗോപികമാർക്ക് തൻ്റെ അംഗസംഗം പകർന്ന് ആ പരമാനന്ദ സമുദ്രത്തിൽ ആറാടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലീലാവിശേഷമാണ് ഇത്. ഏത് ഭാവത്തിലാണെങ്കിലും ഭഗവത് സ്പർശം കാക്ഷിച്ചുള്ള ഋഷിമാരും മൂർത്തീഭാവം കൊണ്ട് വേദങ്ങളുമാണ് ഈ ഗോപികമാരെന്ന് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഭഗവാൻ തന്നെ വേദസ്വരൂപിയാണെങ്കിലും വേദങ്ങൾക്ക് ഭഗവാൻ നിഷ്പ്രയാസം പ്രാപ്യനല്ല എന്ന് നമ്മൾ ശ്രുതിഗീതത്തിൽ ഇനി കാണാം. അതുകൊണ്ട് ആ യോഗേശ്വരനായുള്ള ഭഗവാൻ വൈകുണ്ഠമൂർത്തിയായുള്ള ഋഷിമാരോടും അതുമാതിരി മൂർത്തിമാത് ഭാവം കൊണ്ട വേദങ്ങളോടും ഒത്തുണങ്ങിയിട്ടുള്ള ഒരു അസുലഭ സന്ദർഭമാണ് ഈ രാസലീല എന്നുള്ള ആ ഭാവത്തോടു കൂടി വേണം നമ്മൾ ഇതിനെ കാണാൻ. ബാഹ്യദൃഷ്ടി എന്തോ ആയിക്കോട്ടെ. ഈ രാസക്രീഡ 3 ഘട്ടങ്ങളായിട്ടാണ്. ആദ്യം യമുനാ തടത്തിലെ ക്രീഡ, അത് കഴിഞ്ഞ് യമുനാ പുളിനത്തിൽ അത് ആണ് ചെയ്യണത്. അത് പിന്നെ ജലക്രീഡ, ഒടുവിലെ കാട്ടിൽ നടന്നുള്ള വനക്രീഡ. അങ്ങനെ 3 ഭാവങ്ങളുണ്ട് ഇതിന്. രാസോത്സവ സംപ്രവൃത്തോ ഗോപീമണ്ഡലമണ്ഡിത യോഗേശ്വരേണ കൃഷ്ണേന താസാം മധ്യേ ദ്വയോർദ്വയോ പ്രവിഷ്ടേന ഗൃഹീതാനാം കണ്ഠേ സ്വനികടം സ്ത്രിയാ യം മന്യേരന്നവസ്ഥാവൽ വിമാനശതസങ്കുലം ദിവൗകസംസദാരാണം ഔത്സുക്യാപഹൃതാത്മനം. എങ്ങനെയാണ് ആ രാസോത്സവം തുടങ്ങിയത്? സ്ത്രീയ, ഓരോരോ സ്ത്രീകളും യം സ്വനികടസ്ഥം, തങ്ങളുടെ
സമീപത്ത് താന്താങ്ങളുടെ സമീപത്ത് അണിഞ്ഞു നിൽക്കാനായിട്ട് മന്യേരൻ വിചാരിക്കുമാറ് താസാം അവരിൽ ദ്വയോ മധ്യേ ഈ രണ്ടുപേരുടെ ഇടയിൽ ഭഗവാൻ പ്രവിഷ്ടേന ഏകരൂപത്തിൽ പ്രവേശിച്ചവനും യോഗേശ്വരനുമായ കൃഷ്ണനാൽ കണ്ഠേ ഗൃഹീതാനം കഴുത്തിലങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഗോപീമണ്ഡലമണ്ഡിത ആ ഗോപിമാരുടെ സമൂഹങ്ങളാൽ അലങ്കൃതമായിരിക്കുന്ന ആ രാസക്രീഡാ മഹോത്സവം സംപ്രവൃത്ത ഇങ്ങനെ വേണ്ട വിധം ആരംഭിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. അതായത് ഓരോ ഗോപിയും വിചാരിച്ച് എങ്ങനെയാണ് ഭഗവാൻ തൻ്റെ സമീപത്താണെന്നാണ്. അപ്പം എങ്ങനെയാ വെച്ചാൽ ഈ രണ്ട് ഗോപികമാരുടെ ഇടയിലും ഓരോ കൃഷ്ണനുണ്ട്. അങ്ങനെ ആ ഭഗവാൻ ഓരോരോ കണ്ടങ്ങളങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഗോപിമാരോട് കൂടിയിട്ടുള്ള ആ രാസോത്സവം ഇങ്ങനെ ആരംഭിച്ചു എന്ന് പറയുകയാണ്. ഇത്രയായപ്പോഴേക്കും എന്താണ് നഭ ആകാശത്ത് മുഴുവൻ ഈ രാസോത്സവം കാണാനുള്ള ഔത്സുക്യം കൊണ്ട് അതുകൊണ്ട് അതിൻ്റെ സന്ദർശിക്കാനുള്ള വിഭ്രാന്തി കൊണ്ട് മനസ്സിൽ സമനില തെറ്റിയിട്ടുള്ള അതാണ് ഔത്സുക്യ ആപഹൃതാത്മനാം സദാരാണാം ദിവൗകസം പത്നീസഹിതന്മാരായിട്ടുള്ള സ്വർഗവാസികളുടെ എല്ലാവരുടെയും വിമാന ശതസങ്കുല അസംഖ്യം വിമാനങ്ങൾ അങ്ങനെ ഇടതെങ്ങി അങ്ങനെ നിന്നുപോയി ആകാശത്തിൽ മുഴുവൻ എന്ന് പറയുകയാണ് ഈ രാസമഹോത്സവം കാണാൻ വേണ്ടിയിട്ട്. തതോ ദുന്ദുഭയോ നേതു നിപേതു പുഷ്പവൃഷ്ടയാം ജഗുർഗന്ധർവപതയാ സസ്ത്രീകാത്തയശോമലം. അനന്തരം ആ സമയത്ത് ആകാശത്തിൽ ദുന്ദുവിവാദ്യങ്ങൾ അങ്ങനെ മുഴങ്ങാൻ തുടങ്ങി. പുഷ്പവൃഷ്ടി അങ്ങനെ പതിച്ചു. ഗന്ധർവ പ്രമുഖന്മാർ സസ്ത്രീക തങ്ങളുടെ സ്ത്രീകളോട് കൂടിയിട്ട് അമലം തത് യശ ജഗു നിർമ്മലമായിട്ടുള്ള ഭഗവാന്റെ ആ യശസ്സിനെ ആ കീർത്തിയെ അങ്ങനെ പാടി പുകഴ്ത്താൻ തുടങ്ങി. വലയാനം നൂപുരാണം കിങ്കിണീനാം ചയോഷിതം സപ്രിയാണം അഭൂൽ ശബ്ദ സ്ഥൂലോരാസമണ്ഡലേ. ഇങ്ങനെ അഭൗമമായിട്ടുള്ള ദിവ്യ വാദ്യങ്ങൾ അതുമാതിരി ഗന്ധർവന്മാരുടെ ഗാനങ്ങൾ അതോട് കൂടിയിട്ട് സപ്രിയാണാം യോഷിതാം വലയാനാം എങ്ങനെയാണ് തങ്ങളുടെ നാഥനായിട്ടുള്ള ഭഗവാനോട് ചേർന്നവരായിട്ടുള്ള ഗോപികമാരുടെ കൈവളകളുടെയും നൂപുരാണം കാൽച്ചിലമ്പുകളുടെയും കിങ്കിണിയിലാം അരയിൽ കെട്ടിയ കിങ്കിണികളുടെയും തുമൂല ഇടകാലത്തും കൊണ്ടുള്ള ശബ്ദം രാസമണ്ഡലേ അഭൂൽ അഭൗമമായുള്ള ശബ്ദത്തിനൊപ്പം ഇവിടെ ഈ ഗോപികമാരുടെ ആ ഓരോരോ ആഭരണങ്ങളുടെ ആ നൃത്തത്തിനനുസരിച്ചുള്ള ശബ്ദങ്ങളുണ്ടല്ലോ അതും അങ്ങനെ ഉണ്ടായി എന്ന് പറയുകയാണ്. തത്ര അതിശുചുബേ താഭിർ ഭഗവാൻ ദേവകീ സുധ മധ്യേ മണീനം ഹൈമാനം മഹാമരതോ യഥാ. എത്ര സങ്കല്പിക്കാൻ ധ്യാനത്തിന് പറ്റിയൊരിതാണ്. എങ്ങനെയാണ് അവിടെ ഹൈമാനാം മണീനാം മധ്യേ നല്ല സ്വർണ്ണ നിറത്തിലുള്ള അനവധി രത്നക്കല്ലുകളുടെ ഇടയ്ക്കായിട്ട് ഓരോരോ മരതകക്കല്ല് ഇങ്ങനെ ചേർത്ത പോലെ ഭഗവാൻ ദേവകീ സുത അതിശുചുബേ നന്നായി വിളങ്ങി എന്ന് പറയുകയാണ്. നമ്മുടെ കരിമണിമാല എന്നൊക്കെ പറയാറില്ല, ഒരു സ്വർണം പിന്നെ ഒരു കരിമണി, അതുമാതിരി ഈ ഗോപസ്ത്രീകളുടെ ഇടയിലെ ഭഗവാൻ, ഒപ്പം നടുക്കും ഭഗവാനുണ്ട്, ഇവർ ഓരോരുത്തരുടെ ഇടയിലും ഭഗവാനുണ്ട്. ആലോചിച്ച് നോക്കൂ എത്ര മനോഹരമായിട്ടുള്ള ആ ഭാവം. പാദന്യാസൈർ ഭുജവിധുഭി സസ്മിതൈർ ഭ്രൂവിലാസൈർ ഭജ്യൻ മധ്യൈ ചലഭുജപടൈർ കുണ്ടലൈ ഗണ്ഡലോലൈ സുദ്യന്മുഖ്യ കവരരചനാഗ്രന്ഥയ കൃഷ്ണവധ്വോ ഗായന്ത്യസ്തം തടിദൈവതാ മേഘചക്രേ വിരേജു. പാദന്യാസൈ ഭുജവിധുതുബി ആ കൈകാലുകളുടെ പാദങ്ങളിൽ അങ്ങനെ ചലനത്തോട് കൂടിയിട്ട് അതുമാതിരി അതിനോടുള്ള ഒപ്പത്തു കൂടിയുള്ള കൈകളങ്ങനെ ഇളക്കിക്കൊണ്ടും സസ്മിതൈ ഭ്രൂവിലാസൈ നല്ല പുഞ്ചിരി കലർന്ന പുരികചലനത്തോടും ഭജ്യൻ മധ്യൈ വളയുന്ന അരക്കെട്ടുകളോടും ചലകുചപടൈ ഇളകുന്ന സ്ഥലങ്ങളോടും ഉടുതുണികളോടും ഗണ്ഡലോലൈ കവിൾത്തടത്തിൽ തട്ടിയാടുന്ന കുണ്ടലങ്ങളോടും സ്വിദ്യന്മുഖ്യ വിയർപ്പ് പൊടിഞ്ഞ മുഖത്തോടും കൂടി
കമരരചനാഗ്രന്ഥയ കെട്ടഴിഞ്ഞ തലമുടിയും അരഞ്ഞാൻ ഇത്യാദികൾ കൂടിയുമായിട്ടുള്ള താ കൃഷ്ണവദ്വ ആ കൃഷ്ണകാമിനിമാര് തം ഗായന്റെ അദ്ദേഹത്തെ പറ്റി അങ്ങനെ പാടിക്കൊണ്ട് മേഘചക്രേ മേഘങ്ങളുടെ ഇടയിൽ തടിത ഇവ മിന്നൽ പിണരുകളെ പോലെ വിരേജു വിളങ്ങി എന്ന് പറയാണ്. ഭഗവാനും ആ കാമിനിമാരുടെ നൃത്തം കണ്ടു വെച്ചാൽ കാർമേഘങ്ങൾക്കിടയിലെ മിന്നൽ പിണരിനെ ഇങ്ങനെ ഓർമ്മ വരുന്ന പറയാണ്. കാർമേഘങ്ങളുടെ സമൂഹമാണ് അനവധി ശ്രീകൃഷ്ണന്മാര്. അവരുടെ ഇടയിലുള്ള ആ മിന്നൽ പിണരുകളെ ഈ ഗോപികമാരും. ഉച്ചൈർജഗുർനൃത്യമാന രക്തകണ്ഠ്യോരധിപ്രിയ കൃഷ്ണാഭിമർശമുദിത യൽഗീതേനേതമാവൃതം രതിപ്രിയ ആ രതിയിൽ പ്രിയകളും കൃഷ്ണാഭിമർശമുദിത ഭഗവാന്റെ സ്പർശത്താൽ കൂടുതൽ മോദം വന്നവരും രക്തകണ്ഠ്യ രഞ്ജിപ്പോടു കൂടിയ കണ്ഠശുദ്ധിയുള്ളവരുമായ അവര് നൃത്യമാന നൃത്തം വെച്ചുകൊണ്ട് ഉച്ചൈ ജഗു ഉറക്കങ്ങനെ പാടി യൽ ഗീതേന ആ ഗാനത്താൽ ഇതം ഈ ലോകമാകമാനം ആവരണം ചെയ്യപ്പെട്ടതായി എന്ന് പറയുകയാണ്. ഗോപികമാരുടെ കൂടെ ആ ഗാനം ഈ വാദ്യങ്ങളും നൃത്തങ്ങളൊക്കെ ഒപ്പം ഗോപികമാരുടെ ഗാനം അങ്ങനെ ലോകം മുഴുവൻ മാറ്റലിക്കൊണ്ടു എന്ന് പറയുകയാണ്. കാജിൽ സമം മുകുന്ദേന സ്വരജാതീരമിശ്രിത ഉന്നിന്യേ പൂജിതാതേന പ്രിയതാ സാധു സദ്വിധി തദേവ ധ്രുവമുന്നിന്യേ തസ്യൈ മാനം ച ബഹ്വദാൽ. കാജിൽ അതിലൊരുവൾ മുകുന്ദേന സമം ഭഗവാനോടൊത്ത് സ്വരജാതി സ്വരങ്ങളുടെ രീതിഭേദങ്ങളെ അമിശ്രിത കൂട്ടിക്കലർത്താതെ ഉന്നിന്യെ ഉച്ചത്തിലേറ്റുപാടി പ്രിയത അതിനാൽ പ്രീതി വളർന്നത്തേന ശ്രീകൃഷ്ണനാൽ സാധു നന്നായി പറഞ്ഞു പൂജിത അനുമോദിക്കപ്പെട്ടു. തത്തേവ വേറൊരുവൾ അതിനെ തന്നെ ധ്രുവതാളത്തിൽ ഉന്നയിച്ചു. തസ്യൈ അവൾക്ക് ബഹുമാനം ഏറ്റവും ബഹുമതിയെ അതാഴ്ച ചെയ്തു കൊടുക്കുകയുണ്ടായി. ഭഗവാൻ അങ്ങനെ ഓരോരോ സ്വരത്തിൽ അങ്ങനെ ആലപിക്കും. ഒരു ഗോപിക അതേ ക്രമത്തിൽ ഉച്ചസ്ഥായി ഭാവത്തിൽ അതങ്ങനെ ഏറ്റുപാടി അവളെ നന്നായി എന്ന് പറഞ്ഞ് ഭഗവാൻ അനുമോദിച്ചു. അപ്പോൾ വേറൊരുവള് അതേ സ്വരങ്ങളെ അങ്ങനെ ധ്രുവതാളത്തിൽ ആലപിച്ചു. അപ്പോൾ അവളെ ശ്രീകൃഷ്ണൻ അതിലും കേമായിട്ട് മാനിക്കുക തന്നെ ചെയ്തു. കാജിൽ രാസപരിശ്രാന്ത പാർശ്വസ്ഥസ്യ ഗതാഭൃത ജഗ്രാഹബാഹുനാസ്കന്ധം ശ്ലതൽ വലയ മല്ലിക. അതിനിടയ്ക്ക് ഒരുവൾ കാജിൽ രാസക്രീഡയാൽ തളർന്നവളായിട്ട് ശ്ലതത് വലയ മല്ലിക വളകളും മല്ലികപ്പൂകളൊക്കെ അതിനെ കൊഴിഞ്ഞു വീണുകൊണ്ട് പാർശ്വസ്ഥസ്യ തൻ്റെ സമീപസ്ഥനായിട്ടുള്ള ആ ഗതാവൃത ശ്രീകൃഷ്ണന്റെ സ്കന്ധം തോളിനെ ബാഹുന ജഗ്രാഹ അങ്ങനെ ഭഗവാന്റെ ചുവളിൽ അങ്ങനെ താഴ്ന്ന് കിടക്കണമാതിരി അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു എന്ന് പറയുകയാണ്. തത്രൈക ഹംസഗതം ബാഹും കൃഷ്ണസ്യോത്പല സൗരഭം ചന്ദനാലിപ്തമാഘ്രായ ഹൃഷ്ടരോമാച്ചു ചുംബക. തത്ര അവിടെയുള്ളവരിൽ വേറൊരുവൾ അസംഗതം ആ ഉൽപ്പല സൗരഭം തൻ്റെ ചുമലിൽ വെച്ചിരിക്കുന്നതും നല്ല നീലത്താമരതുപോലെ ഗന്ധമുള്ളതും ചന്ദനാലിപ്തം ചന്ദനം പൂശിയതുമായ കൃഷ്ണസ്യ ബാഹും കൃഷ്ണന്റെ കരത്തെ ആഘ്രാണം ചെയ്ത് രോമാഞ്ചം പൂണ്ടവളായിട്ട് ചുംബിച്ചു. ആശ്ചര്യം എന്ന് പറയുന്ന കരത്തെ ഇങ്ങനെ ആലിംഗനം ചെയ്ത് രോമാഞ്ചത്തോടെ കയ്യിനെ ഇങ്ങനെ ചുംബിച്ചു. കസ്യാശ്ചിൽ നാട്യവിക്ഷിപ്ത കുണ്ടലത്വിഷമണ്ഡിതം ഗണ്ഡം ഗണ്ഡേ സന്തതത്യാ അതാ താമ്പൂല ചർവിതം. നാട്യവിക്ഷിപ്ത കുണ്ടലത്വിഷമണ്ഡിതം ആ നാട്യം കൊണ്ട് ഉലഞ്ഞാടുന്ന കുണ്ടലങ്ങളുടെ ആ ശോഭ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള തൻ്റെ കവിൽത്തടം ഗണ്ഡേ ആ ഭഗവാന്റെ കവിൽത്തടത്തിൽ അങ്ങനെ സന്തതത്യ ചേർത്ത് വെച്ച വേറൊരുവൾക്ക് താമ്പൂലചർവിതം അതാൽ ഭഗവാൻ തൻ്റെ താമ്പൂലചർവിതം അവൾക്ക് കൊടുത്തു വേറൊരു ഗോപിയയ്ക്ക്. നൃത്യന്തി ഗായതി കാജിൽ കൂജന്നൂപുരമേഖല പാർശ്വസ്ഥ അച്യുതഹസ്താബ്ജം ശ്രാന്താതാൽ സ്തനയോ ശിവം. കൂജന്നൂപുരമേഖല അങ്ങനെ കിലുങ്ങുന്ന കാൽച്ചിലമ്പോടും അരഞ്ഞാണം കൂടും കൂടിയിട്ട് അങ്ങനെ നൃത്യം ചെയ്യുന്ന വേറൊരുവൾ
ശ്രാന്ത ക്ഷീണിതയായിട്ട് ശിവം പാർശ്വസ്ഥ അച്യുത ഹസ്താബ്ജം വളരെ മംഗളകരമായിട്ടുള്ള ഭഗവാന്റെ ആ താമര കൈത്തലം തൻ്റെ മാറിടത്തിൽ അങ്ങനെ ചേർത്ത് വെച്ച് നിർവൃതി കൊണ്ടു. ഗോപ്യോ ലബ്ധു അച്യുതം കാന്തം ശ്രിയ ഏകാന്തവല്ലഭം ഗൃഹീതകണ്ഠ്യ തദ്ദോർഭ്യം കയന്ത്യസ്തം വിജഹ്രിരേ. ശ്രിയ ഏകാന്തവല്ലഭം, ആ സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയുടെ അതിപ്രിയ വല്ലഭനായ അച്യുതനെ കാന്തം ലബ്ധ ഭഗവാനായിട്ട് കാന്തനായിട്ട് തങ്ങളുടെ നാഥനായിട്ട് ലഭിച്ചിട്ട് ഗൃഹീതകണ്ഠ്യ അദ്ദേഹത്തിൻ്റെ കൈകളാൽ തഴുകപ്പെട്ട കണ്ഠങ്ങളോട് കൂടിയ ഗോപികമാർ തം ഗായന്തി അദ്ദേഹത്തെ പറ്റി അങ്ങനെ പാടിക്കൊണ്ട് കളിച്ചു. ഇതിനെവിടെയൊക്കെ ഒരു കാര്യം ഓർക്കണം, പാർശ്വസ്ഥസ്യ കൃഷ്ണസ്യ എന്നാണ്. അനേകം എല്ലാവരുടെ അടുത്തും കൃഷ്ണനുണ്ടെന്ന് ഓരോരുത്തർക്കും തോന്നണമെന്നില്ല. അവർക്ക് തങ്ങളുടെ അടുത്തുള്ള കൃഷ്ണനെ മാത്രമേ അവരറിയുള്ളൂ. അതാണ് ആ വേറെ അസംഖ്യമുള്ളത് ആരും അവരറിയാം. അതാണ് യുഗമായ ഉപാശ്രിത എന്ന് ആദ്യം പറഞ്ഞത്. കർണോൽപ്പളാളക വിടങ്ക കപോലകർമ്മഭക്തശ്രിയോ വലയനൂപുരഘോഷവാദ്യൈ ഗോപ്യസമം ഭഗവതാ നൃതുസ്വകേശ സ്രസ്തസ്രജോ ഭ്രമരഗായകരാസഗോഷ്ഠ്യം. ആ രാസലീലയില് രാസമണ്ഡലത്തിൽ ഭഗവതാസമം ഭഗവാനോടുമായിട്ട് അവരെല്ലാവരും അങ്ങനെ നൃത്തം ചെയ്തു. എങ്ങനെയാണ്? ചെവിയിൽ വെച്ച നീല താമരപ്പൂക്കളാലും അതുമാതിരി നല്ല ചൂർണ കുന്തളങ്ങളാൽ അലങ്കൃതമായുള്ള കവിൾത്തടങ്ങളാലും വിയർപ്പ് തുള്ളികളാലും കാന്തിയേറിയ മുഖത്തോടു കൂടിയവരും വലയ നൂപുര ഘോഷവാദ്യ വളകളുടെയും ചിലമ്പുകളിലേക്ക് കിലുക്കമാവുന്ന വാദ്യഘോഷത്തോടു കൂടിയവരായും സ്വകേശസ്ത്രസ്തസൃജ അവരവരുടെ വാർമുടിക്കെട്ടിൽ നിന്ന് അങ്ങനെ അഴിഞ്ഞു വീണ പൂമാലകളോട് കൂടിയവരായും ആയ ആ ഗോപികമാർ ഭ്രമര ഗായക രാസഗോഷ്ഠ്യം വണ്ടുകൾ പോലും പാട്ടുകാരായിരിക്കുന്ന ആ രാസമണ്ഡലത്തിൽ അങ്ങനെ ഭഗവാനോട് കൂടി നൃത്തം ചെയ്തു എന്ന് പറയുകയാണ്. പ്രകൃതി മുഴുവൻ ആ രാസലീലയിൽ അങ്ങനെ പങ്കുകൊണ്ടു എന്നാണ്. ആ ദേവലോകം ഉണ്ടായി, മനുഷ്യരുണ്ട്, അതുമാതിരി പ്രകൃതി മുഴുവൻ അങ്ങനെ ആ രാസലീലയിൽ അങ്ങനെ പങ്കുകൊണ്ടു. ഏവം പരിഷ്വംഗകരാവിമർശ സ്നിഗ്ധക്ഷണോദ്ദാമവിലാസഹാസൈ രമേ രമേശേ വ്രജസുന്ദരീഭിർ യഥാർഭക സ്വപ്രതിബിംബ വിഭ്രമാ. ഏവം പരിഷ്വംഗകര അഭിമർശ സ്നിഗ്ധ ഈക്ഷണ ഉദ്ദാമ വിലാസഹാസൈ. ആലിംഗനം, കരസ്പർശം, പ്രേമത്തോടു കൂടിയുള്ള നോട്ടം, ഉദാത്തങ്ങളായുള്ള മന്ദഹാസം, ഈ ഇത്യാദികളാൽ രമാവല്ലഭനായിട്ടുള്ള ഭഗവാൻ വ്രജസുന്ദരി ഗോപസുന്ദരികളുടെ കൂടെ സ്വപ്രതിബിംബ വിഭ്രമ സ്വന്തം നിഴലുകളോട് കളിക്കുന്ന അർഭകയത ഒരു കുട്ടിയെ പോലെ രമിച്ചു. വളരെ ചിന്തിക്കേണ്ട ഒരു വാക്കാണത്. ആരാണ് ഈ ഭഗവാനും ആരാണ് ഈ ഗോപികമാരെന്നും. അതായത് ഒരു ചെറിയ കുട്ടിയെ ചുറ്റും കണ്ണാടി ഇട്ടിട്ടുള്ള ഒരു മുറിയിലാണ് കൊണ്ടാക്കിയെന്ന് വിചാരിക്കുക. എന്താ ഉണ്ടാവുക? ആ കുട്ടി തൻ്റെ പ്രതിബിംബങ്ങൾ അങ്ങനെ ചുറ്റും നോക്കിയാൽ താൻ തന്നെ അനവധി അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു കുട്ടി എന്ത് വേണം? അതിന് പോയിട്ട് ഉമ്മ വയ്ക്കുക, കെട്ടിപ്പിടിക്കുക, കളിക്കാൻ ശ്രമിക്കുക ഒക്കെ ചെയ്യില്ലേ? അതുമാതിരി ആ ഒരേ ഒരു പരമാത്മാവായിട്ടുള്ള ആ ഭഗവാൻ, ഐശ്വര്യാൽ സൽഗുണ സമ്പൂർണ്ണനായുള്ള ഭഗവാൻ ഇപ്രകാരം ഈ ഗോപസുന്ദരിമാർ അവരെല്ലാവരും ആരാണ്? തൻ്റെ തന്നെ പ്രതിബിംബങ്ങളായിട്ടുള്ള ജീവാത്മകളാണ്. അവരോട് കൂടിയിട്ട് അങ്ങനെ ഈ ആത്മാരാമത്വത്തിന് തീരെ ഹാനി തട്ടാത്ത രീതിയിൽ ആ തൻ്റെ പ്രതിബിംബങ്ങളോടൊരു കുട്ടി കളിക്കണമാതിരി ഭഗവാൻ അവരുമായിട്ട് അങ്ങനെ കളിച്ചു. തദംഗസംഗ പ്രമുദ ആകുലേന്ദ്രിയ കേശന്തുകൂലം കുജപട്ടികം വാ നാജ്യപ്രതിവ്യോടുമലം വ്രജസ്ത്രീയോ വിസ്ത്രസ്തമാലാഭരണ കുരുദ്വഹ. ഹേ കുരുദ്വഹ, അല്ലയോ കുരുവംശശ്രേഷ്ഠ, തത് അംഗസംഗ പ്രമുദ ആകുലേന്ദ്രിയ ഭഗവാന്റെ ആ ശരീരസ്പർശം കൊണ്ടുണ്ടായിട്ടുള്ള ആനന്ദ ആതിരേകത്താൽ ഇന്ദ്രിയ വൈവശ്യം വന്നിട്ടുള്ള അവരാരും വിസ്ത്രസ്ത മാല ആഭരണ തങ്ങളുടെ മാലകളും ആഭരണങ്ങളൊക്കെ അഴിഞ്ഞു പോയതോ ഒന്ന്. അത് മാത്രമല്ല വസ്ത്രങ്ങളും കൂടി അങ്ങനെ അഴിഞ്ഞിട്ടുണ്ട്, മുടി കെട്ട് അഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അറിയാണ്ട് അതൊന്നും പഴയ രീതിയിലാക്കാനൊന്നും സാധാരണ രീതിയിൽ സ്ത്രീകളൊക്കെ പെട്ടെന്ന് മറയ്ക്കാനൊക്കെ ശ്രമിക്കില്ല. അതൊന്നും ചെയ്യാണ്ട് പ്രതിവ്യോടും അലം അതിനൊന്നും അവർ പ്രാപ്തകളായില്ല എന്ന് പറയുകയാണ്. കൃഷ്ണ വിക്രീഡിതം വീക്ഷ്യ
മുമുഹുഖേചരസ്ത്രിയം കാമാർദ്ദിതാ ശശങ്കശ്ച സഗണോ വിസ്മിതോ ഭവൽ. ആലോചിച്ച് നോക്കൂ, ഖേചര സ്ത്രീ, ആകാശചാരിണികളായിട്ടുള്ള ആ സ്ത്രീകൾ കൂടിയിട്ട് ഈ ഭഗവാന്റെ ലീലകളെയൊക്കെ കണ്ടിട്ട് കാമാർത്ഥകളായിട്ട് മോഹിച്ചു പോയി എന്ന് പറയുകയാണ്. എന്ന് മാത്രമല്ല, സഗണ ശശാങ്കജ നക്ഷത്രഗണങ്ങളോട് കൂടിയ ചന്ദ്രൻ പോലും വിസ്മിത അഭവൽ, അത്ഭുത സ്തബ്ധനായിട്ട് അങ്ങനെ തീർന്നു എന്ന് പറയുകയാണ്. കൃത്വാ താവന്തമാത്മാനം യാവതീർഗോപയോഷിത രേമേശ ഭഗവാംസ്ഥാഭി ആത്മാരാമോപി ലീലയാ. ആ ഗോപസ്ത്രീകൾ യാവതീ എത്ര എണ്ണം ഉണ്ടായിരുന്നോ അത്താവന്തം അത്രയുമായിട്ട് ഭഗവാൻ ലീലയാ ആത്മാനം കൃത്വ ഒരു വിനോദമായിട്ട് തന്നെ വിഭജിച്ച് അത്രയും എത്ര ഗോപസ്ത്രീകളുണ്ടോ അത്രയും കൂടെ അത്രയും എണ്ണ ആൾക്കാരായിട്ട് ഭഗവാൻ മാറിയിട്ട് ഭഗവാൻ അദ്ദേഹം ആത്മാരാമനാണെങ്കിലും താഭി അവരോടൊപ്പം രമിച്ചു. താസം അതിവിഹാരേണ ശ്രാന്താനം വദനാനി സ പ്രാമൃജൽ കരുണപ്രേംണ ശന്തമേനംഗപാണിന. എന്ന് മാത്രമല്ല, ഹേ അംഗ പരീക്ഷത്തെ, കരുണാമയനായിട്ടുള്ള ഭഗവാൻ അതിവിഹാരേണ ശ്രാന്താൻ, ഇങ്ങനെയുള്ള ക്രീഡയാൽ ക്ഷീണിതകളായ താസാം അവരുടെ വദനാനി അവരുടെ മുഖങ്ങളെ ശന്തമേന പാണിന തൻ്റെ ശമനപ്രദങ്ങളായുള്ള എല്ലാവരിക്കും സുഖം നൽകുന്നവരായുള്ള തൻ്റെ കരങ്ങളെ കൊണ്ട് പ്രേംണ പ്രാമൃജൽ പ്രേമത്തോടെ തുടച്ചു കൊടുത്തു. ഗോപ്യസ്ഫുരൽ പുരടകുണ്ടല കുന്തളദ്വിത്കണ്ഠശ്രിയാ സുദിതഹാസ നിരീക്ഷണേന മാനം ദധത്യ ഋഷഭസ്യ ജഗുകൃതാനി പുണ്യാനി തൽക്കരരുഹ സ്പർശപ്രമോദ. ഈ ഗോപസ്ത്രീകളോ അദ്ദേഹത്തിൻ്റെ കൈനഖങ്ങളുടെ സ്പർശനം കൊണ്ട് സന്തോഷം കൊണ്ടുള്ള അവർ പുരട കുണ്ടല കുന്തളത്വിത് ഗണ്ഡ തിളങ്ങുന്ന കനക കുണ്ടലങ്ങൾ, കുറുനിരകൾ, അതിൻ്റെയൊക്കെ കാന്തി പകർന്ന കവിൾത്തരങ്ങളുടെ സൗന്ദര്യം കൊണ്ടും സുദിതഹാസ നിരീക്ഷണേന നല്ല അമൃതമായിട്ടുള്ള മന്ദഹാസം കൊണ്ടുള്ള ആ നോട്ടം കൊണ്ടും ഋഷഭസ്യ പുരുഷോത്തമനായവന് മാനം ദദത്തി അദ്ദേഹത്തിനെ മാനത്തെ നൽകിയവരായിട്ട് പുണ്യാനി കൃതാനി ജഗു അദ്ദേഹത്തിനെ സ്തുതിച്ചുകൊണ്ട് ആ സന്തോഷം കൊണ്ട് ഭഗവാൻ തങ്ങൾക്ക് നൽകിയിട്ടുള്ള ആനന്ദത്തിലുള്ള സന്തോഷം കൊണ്ട് അവർ ഭഗവാനെ അങ്ങനെ സ്തുതിച്ചുകൊണ്ട് അങ്ങനെ പാട്ടിങ്ങനെ തുറന്നു. താഭിർയുതാം ശ്രമമപോഹിതുമംഗസംഗൃഷ്ടസ്രജ സകുചകുങ്കുമരഞ്ജിതായ ഗന്ധർവപാളിവിരനുദ്രുത ആവിശദ്വാ ശ്രാന്തോ ഗജീപിരിഭരാടിവ ഭിന്നസേതു. ഇനി അവരുടെ ആ സ്ഥലക്രീഡ കഴിഞ്ഞാൽ ജലക്രീഡയാണ്. ഇതിൽ ഭഗവാൻ ഒരാളേ ഉള്ളൂ. അതങ്ങനെ അദ്ദേഹം ശ്രമം അപോഹിതം അവരുടെ ക്ഷീണം തീർക്കുവാനായിട്ട് കുജകുങ്കുമരഞ്ജിതായ അവരുടെ സ്ഥലങ്ങളിൽ കഴിഞ്ഞാൽ കുങ്കുമത്താൽ ചുവന്നതും അംഗസംഗ ഗൃഷ്ടസ്രജ അവരുടെ സമ്പർക്കത്താൽ മർദ്ദിക്കപ്പെട്ടതുമായ പൂമാലയുടെ സുഗന്ധത്താൽ ആകൃഷ്ടരായി ഗന്ധർവ പാളിഭി ഗന്ധർവപതികളെ പോലെ ഗാനം ചെയ്യുന്ന വണ്ടുകളാൽ അനുഗ്രമിക്കപ്പെട്ടവനായിട്ട് താഭിയുത അവരോട് ചേർന്ന് ഭിന്നസേതു തിണ്ട് തകർത്ത് തളർന്നു പോയ തളർന്നു പോയുള്ള ഗജശ്രേഷ്ഠൻ ഇവരാട്ട് പിടിയാനകളോടുകൂടി ഇവ എന്ന പോലെ ആ ജലത്തെ അങ്ങോട്ട് പ്രവേശിച്ചു എന്ന് പറയുകയാണ്. ആ ഭഗവാൻ ഒരു ആനക്കൂട്ടത്തിൽ പിടിയാനകളോടുകൂടി ഒരു മതയാന അങ്ങനെ ഇറങ്ങി ചെള്ളമാരി ഭഗവാൻ ജലാശയത്തിലേക്കാണ് പ്രവേശിച്ചു അവരോടുകൂടെ. സോംബസ്യലം യുവതിഭി പരിഷിച്യമാന പ്രേംനക്ഷിത പ്രഹസദീപിരിതസ്തതൊങ്ക വൈമാനികൈ കുസുമവർഷിഭിരീഡ്യമാനോ രമേ സ്വയം സ്വരതിരത്ര ഗജേന്ദ്രലീല. പരീക്ഷിത്തെ അവിടെ ഭഗവാൻ തന്നിൽ തന്നെ ക്രീഡിക്കുന്ന ആത്മാരാമനാണെങ്കിൽ കൂടിയിട്ട് ഇപ്പോഴൊരു ആനത്തലവൻ്റെ പ്രൗഢിയോട് കൂടിയിട്ട് ആ ഗോപികമാരോട് കൂടിയിട്ട് യമുനാ നദിയിലെ ആ ജലത്തിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവരോടൊപ്പം നന്നായിട്ട് അങ്ങനെ ക്രീഡിച്ചു. അവർ ശ്രീകൃഷ്ണനെ അങ്ങനെ പ്രേമപൂർവം നോക്കിക്കൊണ്ടും ഓരോ ശബ്ദങ്ങളുണ്ടാക്കിക്കൊണ്ടും ഇടം വലം നോക്കാണ്ട് വെള്ളം തേകി നനച്ചുകൊണ്ടും ഇങ്ങനെ ഓരോ ലീലകൾ ചെയ്തുകൊണ്ടിരുന്ന ഈ സമയത്തെല്ലാം ആ വിമാനസ്ഥരായിട്ടുള്ള
ദേവാദികളെല്ലാം പുഷ്പവൃഷ്ടി ചൊരിഞ്ഞുകൊണ്ട് അങ്ങനെ ആകാശത്ത് നിന്ന് സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. തതശ്ച കൃഷ്ണോപവനേ ജലസ്ഥല പ്രസൂനഗന്ധാനിലജുഷ്ടദിക്തടേ ചചാര ഭൃംഗപ്രമദാഗണാവൃതോ യഥാ മദച്യുൽ വിരത കരേണുഭി. അതിനുശേഷം മൂന്നാമതായിട്ടുള്ള വനക്രീഡയാണ്. തതച്ച അനന്തരമാകട്ടെ ഭൃംഗപ്രമദാഗണാവൃത, ഈ മാലകളുടെ പിന്നാലുള്ള വണ്ടുകളുണ്ട് കൂടെ എന്ന് മാത്രമല്ല ഈ സ്ത്രീകളും അവരെയൊക്കെയാണ് കൂടിക്കൊണ്ട് ആ സംഘത്താൽ ആവൃതനായിട്ട് മദച്യുൽ, ആ മദജലം സ്രവിക്കുന്ന ദ്വിരത, ഒരു കൊമ്പനാന കരേണുവി യഥാ പിടിയാനകളോടുകൂടി എന്ന പോലെ ഭഗവാൻ ജലസ്ഥല പ്രസൂന ഗന്ധ അനില ജുഷ്ട ദിക്തടേ, ജലത്തിലും കരയത്തിലുള്ള പലതരത്തിലുള്ള പൂക്കളുടെ മണം ചേർന്നുള്ള കാറ്റ് വീശുന്ന സമയത്ത് ആ ആ യമുനാതീരത്തിലെ ഉപവനത്തിൽ അങ്ങനെ ആ കാറ്റ് മന്ദമാരുള്ളതിൽ അങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. ഏവം ശശങ്കം ശുവിരാജിരാനിശ സത്യകാമോനരതാബലാഗണ ശിഷേവ ആത്മന്യപരുത്ത സൗരത സർവാ ശരൽ കാവ്യകഥാരസാശ്രയ. ഏവം ഇപ്രകാരം സത്യകാമ സത്യസങ്കൽപ്പനും അനുരത അബലാഗണ അനുരാഗത്തോടെ രമിക്കുന്ന സ്ത്രീസംഘത്തോടു കൂടിയവനും ആയ ആ ശ്രീകൃഷ്ണൻ ശശാങ്കാംശു വിരാജിത, നല്ല പൂർണ്ണചന്ദ്രന്റെ രശ്മികളാ ശോഭിക്കുന്നവയും ശരത് കാവ്യകഥാരസാശ്രയ, ശരൽക്കാലത്തെ കാവ്യങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്ന ശൃംഗാരരസത്തിന് ആശ്രയഭൂതങ്ങളുമായ സർവാനിശ എല്ലാ രാത്രികളെയും ആത്മനി അവരുദ്ധ സൗരത തന്നിൽ തന്നെ ഒതുക്കി വെക്കപ്പെട്ട രേതസ്സോടുകൂടിയവനായി ശിഷേവേ അനുഭവിച്ചു എന്ന് പറയുകയാണ്. ഇങ്ങനെ അനവധി ശരൽക്കാല രാത്രികളിൽ സത്യസന്ധനായിട്ടുള്ള ഭഗവാൻ തന്നിൽ അനുരക്തകളായിട്ടുള്ള ഗോപികളോട് കൂടിയിട്ട് ഇങ്ങനെ ശൃംഗാരരസത്തിന് ആശ്രയഭൂതമായിട്ടുള്ള വിധത്തിൽ തന്നിൽ തന്നെ ഒതുക്കി വെച്ച രേതസ്സോടു കൂടിയനായിട്ട് ഇപ്രകാരം പീഡിച്ചു എന്നാണ്. ഇങ്ങനെ രാസലീല അവസാനിപ്പിക്കാൻ ആ സമയത്താണ് പരീക്ഷത്തിന് വീണ്ടും സംശയം. രാജോവാച സംസ്ഥാപനായ ധർമ്മസ്യ പ്രശമായേതരസ്യ ച അവതീർണോ ഹി ഭഗവാൻ അംശേന ജഗദീശ്വര. പരീക്ഷിത്ത് പറയാണ്, ജഗദീശ്വര ഭഗവാൻ, ജഗദീശ്വരനായിട്ടുള്ള ഭഗവാൻ ധർമ്മസ്യ സംസ്ഥാപനായ ധർമ്മത്തിൻ്റെ നിലനിൽപ്പിനും ഇതരസ്യ എന്ന് വെച്ചാൽ അധർമ്മത്തിൻ്റെ പ്രസമായ ച അതിൻ്റെ ശമനത്തിനും വേണ്ടി അംശേന അവതീർണ ഹി തൻ്റെ അംശം കൊണ്ട് അവതരിച്ചവനല്ലേ. സ കഥം ധർമ്മസേതൂനാം വക്ത കർത്താഭിരക്ഷിത പ്രദീപമാചരൽ ബ്രഹ്മൻ പരതാരാഭിമരിശനം. ഈ ബ്രഹ്മർഷേ ശ്രീശുഖബ്രഹ്മർഷേ ആ ഭഗവാൻ എങ്ങനെയാണ് ധർമ്മസേതൂനം ധർമ്മമര്യാദകളെ എല്ലാം വക്താവാണ്, കർത്താവാണ്, അതുമാതിരി അഭിരക്ഷിത അതിലേക്ക് രക്ഷിതാവുമായിട്ടുള്ള അദ്ദേഹം ഇത്തരം പരതാരാഭിമർശനം പരസ്ത്രീകളുമായുള്ള ഈ ബന്ധപ്പെടുന്ന ഈ വിപരീത ഭാവത്തെ പ്രദീപം കഥം ആചരൽ എങ്ങനെ ആചരിച്ചു പറയുകയാണ്. ഇപ്പോഴും പരീക്ഷത്തിന് ആ സംശയം തീർന്നില്ല എന്ന് പറയുകയാണ്. ആപ്തകാമോ യദുപതി കൃതവാൻ വൈ ജുഗുപ്സിതം കിമഭിപ്രായ ഏതം ന സംശയം ചിന്തി സുവ്രത. ഹേ സുവ്രത, അല്ലയോ വ്രതങ്ങളെല്ലാം വേണ്ട രീതിയിൽ അനുഷ്ഠിക്കുന്നവനും യദുപതി യാദവശ്രേഷ്ഠൻ ആ യദുപതിയും, അതായത് സുവ്രത എന്ന് ഇദ്ദേഹത്തിനെ ശ്രീശുഖബ്രഹ്മർഷിയാണ് വിളിക്കുന്നത്. സുവ്രത അങ്ങ് എന്നോട് പറയണ എന്താ അതായത് യാദവശ്രേഷ്ഠൻ ആ സർവകാമങ്ങളും സാധിച്ചവനായിട്ട് കൂടിയിട്ട് എന്ത് അഭിപ്രായം മനസ്സിലാക്കിയും അഭിപ്രായ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം ജുഗുപ്സിതം കൃതവാൻ നിന്ദ്യമായതിനെ ചെയ്തത് എന്നുള്ള എൻ്റെ സംശയം. ഏതൽ സംശയം, അടിയങ്ങൾക്കുള്ള ഈ സംശയത്തെ ചിന്തി മാറ്റിത്തരൂ എന്നാണ് പറയുന്നത്. ഇവിടെ അടിയങ്ങളെന്ന് പറയുന്നത് തൻ്റെ മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും ഈ സദസ്സിൽ എല്ലാവർക്കും ഈ സംശയം ഉണ്ടാവും എന്നാണ് പരീക്ഷത്തിന് പറയണത്. അതായത് ഈ പരസ്ത്രീ സംസർഗം എന്നുള്ള അധർമ്മം എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ആചരിച്ചത് എന്നൊക്കെയാണ് പരീക്ഷത്തിന് ചോദ്യം.
അതായത് തൻ്റെ സംശയം നിവൃത്തിക്ക് വേണ്ടിയിട്ടല്ല അത് പരീക്ഷത്ത് ചോദിക്കുന്നത്. കാരണം ഒരു വിശാല വീക്ഷണത്തിൽ നമുക്ക് ഏവർക്കും കൂടിയിട്ടാണ് ചോദിക്കുന്നത്. കാരണം ശ്രീശുകനോട് ചോദിച്ച് തൃപ്തികരമായിട്ടുള്ളൊരു വിശദീകരണം ആവശ്യപ്പെട്ടില്ല ഉണ്ടെങ്കിൽ പിൽക്കാലത്ത് സംശയ നിവൃത്തിക്ക് ആരെയും കണ്ടെത്തിയെന്ന് വരില്ല. അതിനാലാണ് ശ്രീശുകൻ്റെ അഭിപ്രായം ഈ കാര്യത്തിൽ ചോദിച്ചു മേടിച്ചു വെക്കുന്നത് പരീക്ഷിത്ത്. അത് ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ശ്രീശുകൗവാച ധർമ്മം വ്യതിക്രമോ ദൃഷ്ട ഈശ്വരാണാം ച സാഹസം തേജീയസം ന ദോഷായ വന്യേ സർവഭുജോ യഥാ. ശ്രീ ശിവബ്രഹ്മർഷി അതിന് ഓരോരോ യുക്തികളോട് കൂടിയിട്ട് മറുപടി പറയുകയാണ്. അതായത് ഈശ്വരാണാം ധർമ്മവ്യതിക്രമ, ഈശ്വരന്മാർക്ക് പോലും ധർമ്മവ്യതിക്രമവും സാഹസം ച സാഹസകൃത്യവും ദൃഷ്ട കാണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഏതുമാതിരി സർവഭുജ വന്യേ യഥാ, അതായത് എന്നാൽ എല്ലാം ഭക്ഷിക്കുന്ന അഗ്നിക്ക് ഏതുപോലെ ദോഷം സംഭവിക്കാതിരിക്കുമോ അപ്രകാരമാണ് തേജീയസം തേജസ്വികളായവർക്ക് ദോഷായ അത് ദോഷത്തിന് കാരണമാകാത്തത്. എങ്ങനെ തേജസ്വികളായിട്ടുള്ള ഈശ്വരന്മാർ എന്ത് ചെയ്താലും അത് അവർക്ക് ദോഷത്തിന് കാരണമാവില്ല. കാരണം അഗ്നി അങ്ങനെയാണ്. നല്ല ഹോമം ചെയ്തുള്ള നെയ്യും പദാർത്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും ഭക്ഷിക്കും. ശ്മശാനത്ത് പോയാൽ ശവവും ഭക്ഷിക്കും. അതുകൊണ്ട് അഗ്നിക്ക് അതുകൊണ്ടൊരു കേടോ ഒരു കോട്ടോ ഒന്നും പറ്റി ദോഷം വരാൻ പോകില്ല എന്ന്. അതുമാതിരിയാണ് ഈശ്വരന്മാർക്ക്. നൈതൽ സമാചരേൽ ജാതു മനസാഭിഹ്യനീശ്വര വിനശ്യത്യാചരൻ മൗഢ്യാൽ യഥാരുദ്രോബ്രിയം വിഷം എന്ന് വെച്ചിട്ട് ഈശ്വരന്മാരങ്ങനെ ചെയ്യുന്നു വെച്ചിട്ട് ഈശ്വരത്വമില്ലാത്തവൻ ജാതു ഒരിക്കലും ഏതൽ ഇത്തരത്തിൽ മനസ്സാ ചിന്തയ്ക്ക് വിഷയമാക്കുക എന്ന സമാചരിയിൽ ചെയ്യരുത്. ഈ കാരണം യഥാ അരുദ്രോ, അതായത് രുദ്രനല്ലാത്ത ആരെങ്കിലും അബ്രിജം സമുദ്രത്തിൽ നിന്നുണ്ടായ വിഷം യഥാ, അതായത് കാളകൂട വിഷത്തെ ഭക്ഷിച്ചാടുന്ന പോലെ മൗഢ്യാൽ അവിവേകം കൊണ്ട് ആചരൻ അപ്രകാരം ആചരിക്കുന്നവൻ വിനശ്യതി നശിച്ചു പോകുന്നു. എന്താണ് ഇവിടെ ഉപമ കാണിക്കുന്നത്? അതായത് സാക്ഷാൽ പരമേശ്വരൻ പാലാഴി മഥനം ചെയ്ത സമയത്ത് കാളകൂടം പൊന്തി വന്ന സമയത്ത് അത് കുടിച്ചു. അദ്ദേഹം മരിച്ചൊന്നും അദ്ദേഹത്തിന് ആപത്തൊന്നും ഉണ്ടായില്ല. പരമേശ്വരൻ കാളകൂട വിഷം കുടിച്ചു എന്ന് പറഞ്ഞിട്ട് പരമേശ്വരൻ അല്ലാത്തൊരു സാധാരണ പോയിട്ട് കാളകൂടത്തെ വിഷത്തിൻ്റെ അടുത്ത് പോയാൽ അതിന് എന്താ ഉണ്ടാവുക? അയാൾ ഭസ്മായി തീരും. അതാണ് ഈശ്വരനും അനീശ്വരനും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഉദാഹരണമായിട്ട് കാണിച്ചത്. അന്യർക്ക്, അതായത് പരമേശ്വരൻ അത് ചെയ്തു എന്നുള്ളതിൻ്റെ മഹത്വം അത് അന്യർക്ക് അത് ചിന്തിക്കാൻ പോലും അധികാരമില്ലെന്ന് ശക്തിയായിട്ടുള്ള ഭാഷയിൽ സോദാഹരണം സമർത്ഥിക്കുകയാണ്. ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. നാരായണത്തുറാൻ തന്നെ കേട്ടല്ലേ, അദ്ദേഹം ധാരാളം അതിൽ ചാരായക്കടയിൽ പോയിട്ട് ധാരാളം ചാരായ അങ്ങോട്ട് കുടിച്ചു. അപ്പോൾ കൂടെ പോയിട്ടുള്ള ആളാൽ ഇത് താനും ചെയ്യാമെന്ന് പറഞ്ഞു പോയി കുടിച്ചു. അത് കഴിഞ്ഞിട്ടോ വീണ്ടും ചെന്നിട്ട് ഒരു മൂശാരിയുടെ ഓടുണ്ടാക്കണ മൂശാരിയുടെ അടുത്ത് ചെന്നിട്ട് ഉരുകി ഓട് അദ്ദേഹം കുടിച്ചു. അവിടെ ചെന്നപ്പോൾ കുടിക്കാൻ പറ്റണേ. അതാണ് അപ്പം അതായത് ഭഗവാന്റെ ഈ രാസലീല തങ്ങൾക്ക് അനുകരിക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അവിടെ ഗോപികാഭീതത്തിന് ഭഗവാൻ പറഞ്ഞതിനെ പറ്റി ഗോപികമാർ പറഞ്ഞിട്ടുണ്ട്. വിഷജലാപ്യയാളരാക്ഷസാൽ, അങ്ങനെ ഇതില്ലേ കാളിന്തി ജലത്തിനെ വിഷമയമാക്കിയിട്ട് അതിനെ രക്ഷിച്ചു തങ്ങളെ. അതുമാതിരി വ്യാളത്തിനെ മാതിരി സർപ്പത്തിനെ കൊന്നു, അഗ്നിയെ വിഴുങ്ങി, അങ്ങനെ എന്തൊക്കെ അത്ഭുത കർമ്മങ്ങൾ ഭഗവാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഇതിൽ ഈ രാസക്രീഡ മാത്രമേ പിന്നാലെ പോകരുത് എന്നാണ് ഇവിടെ ഈശ്വരാണം വചസത്യം തഥൈവ ആചരിതം കൊതിൽ തേഷാം ജൽ സ്വവചോ യുക്തം ബുദ്ധിമാം തൽസമാചരേൽ. ഈശ്വരാണം വചസത്യം, ഈശ്വരന്മാരുടെ വാക്ക് അല്ലെങ്കിൽ ഉപദേശം സത്യമാണ്. ആചരിതം എന്നാൽ അവരുടെ ആചാരം കൊതിൽ ഏവ, ചിലത് മാത്രമേ തഥാ അപ്രകാരമുള്ളൂ. സ്വവചോയുക്തം അത് അവരുടെ വചനത്തിന് യോജിച്ചതായിട്ടുള്ളതാ. തേഷം അവരുടെ ആചാരം ഏതോ അതുമാത്രം ബുദ്ധിമാൻ സമാചരേൽ, വിവേകി ആചരിക്കണം. അതായത് ധർമ്മസേതുക്കുള്ള വക്താവും രക്ഷിതാവും അല്ലേ ഭഗവാൻ എന്നുള്ളൊരു സമാധാനമാണ്. അത് ഗോപികൾക്ക് നൽകിയുള്ള ഭർത്തൃശുശ്രൂഷണം സ്ത്രീണാം എന്നുള്ള ഉപദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണ്ട രീതിയിൽ ആചരിക്കണം. മറിച്ചായ അധർമ്മമാണ് എന്നാണ് അവിടെ പറയാനർത്ഥം. അതുമാതിരി സുധാമാവിനോട് പറയും ഗുരോരനുഗ്രഹേണൈവ
ഭഗവാൻ പൂർണ്ണ പ്രശംസയേ. അത് ആ ഭഗവാൻ തന്നെ പ്രാവർത്തികമാക്കി തീർത്തു. അത് നമുക്ക് പാലിക്കുകയും വേണം. എന്നാൽ ഇവിടെ ഭഗവാന്റെ എല്ലാ പ്രവൃത്തികളും നമ്മളങ്ങനെ പാലിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കുശലാചരിതേനേഷം ഇഹ സ്വാർത്ഥോ ന വിദ്യതേ വിപര്യയേണ വാനർത്ഥോ നിരഹങ്കാരിണം പ്രഭോ. എന്താ കാരണം എന്താ വെച്ചാൽ, ഹേ പ്രഭോ എന്നാണ് വിളിച്ചുകൊണ്ടാണ് പരീക്ഷത്തിനോട് പറയണത്. നിരഹങ്കാരിണാം ഏഷാം, അതായത് ഭഗവാനെ പോലെ അഹങ്കാരം ഒട്ടുമില്ലാത്ത ആൾക്കാരാണ്. അവരുടെ അവരുടെ ധർമാചരണത്താൽ ഈ പ്രപഞ്ചത്തിലെ സ്വാർത്ഥ സ്വപ്രയോജനം ന വിദ്യതേ. ഭഗവാൻ തൻ്റെ കാര്യം നേടാൻ വേണ്ടിയിട്ടല്ല ഓരോ പ്രവൃത്തികൾ ചെയ്യണത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ലോകനന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. വിപരീതത്താൽ അധർമ്മത്താൽ അനർത്ഥവ. അതുകൊണ്ട് ഇങ്ങനെ ചെറിയ അധർമ്മങ്ങൾ ചെയ്താലും ഭഗവാൻ അധർമ്മം ചെയ്ത് എന്ത് വേണ്ടിയിട്ടാണ്? ആ ഗോപികമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. താൻ ആത്മാരാമനാണ്, തനിക്കതുകൊണ്ട് ഒന്നും പ്രത്യേകം നേടാനൊന്നുമില്ല. അതാണ് അവരുദ്ധ സൗരത എന്ന് നേരത്തെ പറഞ്ഞില്ലേ, ആത്മനി അവരുദ്ധ സൗരത എന്നാ പറഞ്ഞത്. അതായത് തന്നെ തന്നെ മുഴുകിക്കൊണ്ട് അവരോട് അങ്ങനെ പുറത്ത് നടിക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭഗവാൻ. അത് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള പ്രവൃത്തികളുണ്ടല്ലോ, അത് ഒരു അധർമ്മമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുകയാണ് വെച്ചാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതുകൊണ്ട് ഒരു അനർത്ഥവും ഉണ്ടാവുന്നില്ല. കിമുത അഖില സത്വാനം തിര്യങ്ങർത്യതിവൗകസം ഈശിതുശ്ചേശിതവ്യാനം കുശലാകുശലന്വയ. എന്തിനേറെ പറയണു പരീക്ഷത്തെ. ഈശിതവ്യാനം, നിയമനം ചെയ്യുവാൻ അർഹതപ്പെട്ടവരായ തിര്യങ് മർത്യ ദിവ ഉഗസ, തിര്യക്കുള്ള മനുഷ്യര്, ദേവന്മാര് മുതലായ സമസ്ത ജീവജാലങ്ങളിലെയും ഈശിതു നിയന്താവായിട്ടുള്ള ഭഗവാന് ഇങ്ങനെ കുശലാകുശല പുണ്യം പാപം ഇതൊക്കെ ഉള്ള സംബന്ധം എവിടുന്നാണ് പരീക്ഷത്തെ ഉണ്ടാവുക ആലോചിച്ചു നോക്കൂ എന്ന് പറയുകയാണ്. യൽ പാദപങ്കജ പരാഗ നിഷേവ തൃപ്ത യോഗപ്രഭാവ വിദുതാഖില കർമ്മബന്ധ സ്വൈരം ചരന്തി മുനയോപി നഹ്യമാന തസ്യേച്ഛയാ തവ പുഷ കുത ഏവ ബന്ധ. ഇതും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ശ്ലോകമാണ്. ആലോചിച്ച് നോക്കൂ. യൽ പാദപങ്കജ പരാഗ നിഷേവ തൃപ്ത, യാതൊരു ഭഗവാന്റെ ആ തൃച്ചേവടികളാകുന്ന ആ താമരയിലെ പൊടികളെ ഉപാസിക്കയാൽ തന്നെ സംതൃപ്തരായവരും യോഗപ്രഭാവ വിധുത അഖില കർമ്മബന്ധ, യോഗചര്യയുടെ വൈഭവം കൊണ്ട് തീരെ അറ്റുപോയുള്ള എല്ലാ കർമ്മബന്ധങ്ങളോട് കൂടിയവരും ആയ മുനയ അഭി മഹർഷിമാർ പോലും നഹ്യമാന ബന്ധനത്തിന് അധീനരാകാതെ സ്വൈരം ചരന്തി സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു. അപ്പോൾ പിന്നെ ഇച്ഛയാ ആത്തവപുഷ, തൻ്റെ ആ ഇച്ഛയ്ക്കനുസരിച്ച് ഒരു ശരീരം സ്വീകരിച്ച ആ ഭഗവാന് ബന്ധകുത ഏവ, ബന്ധം എപ്രകാരമാണ് ഉണ്ടായിത്തീരാന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറയുകയാണ്. ഗോപീനാം തൽപതീനാം ച സർവേഷാമേവ ദേഹിനാം യോന്തശ്ചരതി സോധ്യക്ഷ ക്രീഡനേനേഹദേഹവാത്. പരീക്ഷത്തെ ഈ ഗോപികമാരുടെയും ഗോപീനാം തത്പതീനാം ച അവരുടെ ഭർത്താക്കന്മാരുമടക്കം സർവേഷാം ദേഹിനാം ഏവ എല്ലാ ജീവജാലങ്ങളുടെയും അന്തയചരതി ഹൃദയാന്തർഭാഗത്തിൽ യാതൊരാൾ സഞ്ചരിക്കുന്നുവോ സ അധ്യക്ഷ ആ ബുദ്ധിസാക്ഷിയായിട്ടുള്ള ഭഗവാൻ ക്രീഡനേന ഒരു ക്രീഡയ്ക്ക് വേണ്ടി ഈ ലോകത്തിൽ ആ തൻ്റെ ശരീരം സ്വീകരിച്ചവനാണ് പരീക്ഷത്തെ. ലോകത്തിൻ്റെ മുഴുവൻ എല്ലാ ജീവജാലങ്ങളുടെയും അന്തര്യാമിയായിരിക്കുന്ന അതേ പരമാത്മാവാണ് ഈ ഭഗവാൻ. അത് മനസ്സിലാക്കൂ. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാനോട് അവതരിച്ചത്? അനുഗ്രഹായ ഭൂതാനം മാനുഷം ദേഹമാസ്ഥിത ഭജതേ താദൃശീ ക്രീഡ യാ ശ്രുത്വാ തൽപരോ ഭവേൽ. ഭൂതാനാം അനുഗ്രഹായ ജീവജാലങ്ങൾക്ക് അനുഗ്രഹം ചെയ്യുവാനായി മാനുഷം ദേഹം ആസ്ഥിത ഈ മനുഷ്യ സംബന്ധമായിട്ടുള്ള ഈ രൂപം സ്വീകരിച്ച് എന്നിട്ട് യാശ്രിത്വ യാതൊന്നിനെ കേട്ട് തത്പര ഭഗവാനിൽ ഭക്തിയുള്ളവനായി ഭവേൽ തീരുന്നുവോ താദൃശി അതിനനുസൃതമായിട്ടുള്ള ക്രീഡ ഓരോരോ ലീലകളെ ഭഗവാൻ ഭജതേ കൈക്കൊള്ളുന്നു. നാസൂയൻ ഖലു കൃഷ്ണായ മോഹിതാസ്തസ്യ മായയാ മന്യമാന സ്വപാർശസ്തൻ സ്വാൻ സ്വാൻ ദാരാൻ വ്രജൗകസ എന്ന് മാത്രമല്ല
തസ്യ മായയാ മോഹിത, ആ ഭഗവാന്റെ യോഗമായാൽ മോഹിതരായി സ്വാൻ ദാരാൻ, തൻ്റെ തങ്ങളെല്ലാ ഭാര്യമാരെ സ്വപാർശ്വസ്ഥൻ ഓരോരുത്തരും അവരവരുടെ തന്നെ സമീപത്തുണ്ടെന്ന് മന്യമാന കരുതിക്കൊണ്ടിരുന്ന പ്രജോഗസ ആ ഗോപന്മാര് കൃഷ്ണായ ന അസൂയൻ കലു, കൃഷ്ണനോട് ഒരിക്കലും അപ്രിയം കാണിക്കുണ്ടായിട്ടില്ലല്ലോ. കാരണം അവർക്കൊന്നും അറിഞ്ഞിട്ടില്ല. അവരൊക്കെ പത്നിമാരൊക്കെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ അവരെങ്ങനെ പോയത്? ആ ജീവാത്മാക്കൾ ആത്മഭാവത്തിലാണ് അവരവർക്ക് അവിടുന്നൊക്കെ പോയിരിക്കുന്നത്. അല്ലെങ്കിലോ ഇതെല്ലാം ഭഗവാന്റെ യോഗമായയിലുണ്ടായിട്ടൊരു ലീലയാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മതി. എന്നിട്ടോ അവസാനം പറയുകയാണ്, ബ്രഹ്മരാത്ര ഉപാവൃത്തേ വാസുദേവാനുമോദിത അനിച്ഛന്ത്യോ യയുർഗോപ്യ സ്വഗൃഹാൻ ഭഗവത് പ്രിയ ഗോപി. ഇങ്ങനെ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള ഗോപികമാർ ബ്രഹ്മരാത്രേ, ആ ബ്രാഹ്മമുഹൂർത്തം ഉപാവർത്തെ സമീപിച്ച സമയത്ത് വാസുദേവാനുമോദിത, ഭഗവാനാൽ അനുമോദത്തിനത്തോടു കൂടിയിട്ട് അവരുടെ ഭഗവാന്റെ നിർദ്ദേശത്താൽ അനിച്ഛന്ത്യ, ഇഷ്ടമില്ലാണ്ട് ആണെങ്കിൽ കൂടി സ്വഗൃഹാൻ യയു, തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ബ്രഹ്മരാത്രം വെച്ചാൽ ബ്രാഹ്മമുഹൂർത്തം എന്നുള്ള വേറെ ചിലർ ബ്രഹ്മാവിൻ്റെ രാത്രി എന്ന് അർത്ഥം. അതായത് അപ്പോൾ ആ രാസക്രീഡയുടെ ദൈർഘ്യം ഒരു കൽപ്പം അല്ലെങ്കിൽ 1000 ചതുർഗമായിരുന്നു എന്നൊക്കെ ആ മായാവൈഭവം കൊണ്ട് ഒരു രാത്രിമായി മാത്രമായിട്ട് അനുഭവപ്പെട്ടു എന്നൊക്കെ പല വ്യാഖ്യാതാക്കളും അങ്ങനെ അർത്ഥം പറയുന്നുണ്ട്. വിക്രീഡിതം വ്രജവധൂ വിദിതം ച വിഷ്ണോ ശ്രദ്ധാന്വിതോ ശൃണുയാൽ അധവർണയേൽയ, ശ്രദ്ധാന്വിതോനുശൃണുയാൽ അധവർണയേൽയ ഭക്തിം പരം ഭഗവതി പ്രതിലഭ്യ കാമം ഹൃദ്രോഗമാശ്വപഹിനോ ത്യജിരേണ ധീര. അതാണ് ഈ രാസക്രീഡയുടെ ആ ഫലശ്രുതി. എന്താണ്? വ്രജവധൂവി വിഷ്ണോ വിക്രീഡിതം ഇതം ച, ആ ഗോപസ്ത്രീകളുമായിട്ടുള്ള മഹാവിഷ്ണുവായിട്ടുള്ള ആ ഭഗവാന്റെ ഈ ലീലാവിലാസമാകുന്ന ഈ ചരിതത്തെ ശ്രദ്ധാന്വിത, ശ്രദ്ധയോടുകൂടി ആരാണോ അനുക്രമം കേൾക്കുകയോ അനുശൃണുയാൽ അഥാ അല്ലെങ്കിൽ വർണ്ണയേൽ വർണ്ണിച്ച് കേൾപ്പിക്കുകയോ ചെയ്യുന്നത് സധീര, ആ ധീരൻ എന്ന് വെച്ചാൽ ധീരൻ എന്ന് വെച്ചാൽ എന്താണ്? ഉറച്ച ബുദ്ധി ഉറച്ചവൻ എന്നാണ് കൂടി അർത്ഥമുണ്ട്. ആ ധീരൻ എന്ന് പറഞ്ഞാൽ ഭഗവതി പരാംഭക്തിയും പ്രതിലഭ്യ, ഭഗവാൻകൾ പരാഭക്തിയെ പ്രാപിച്ച് അചിരേണ അധികം വൈകാതെ ഹൃദ്രോഗം കാമം ആശു അഭിഹിനോതി, ഹൃദയത്തെ ബാധിക്കുന്ന രോഗമായ കാമത്തെ പെട്ടെന്ന് അപഹിനോതി ഉപേക്ഷിക്കുന്നു. അതായത് ആ ധീരന്മാർക്ക് എല്ലാവർക്കും രാസക്രീഡയെ വേണ്ട രീതിയിൽ ശ്രദ്ധയോടുകൂടി ആസ്വദിച്ച് ഭജിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അവരെല്ലാവരും മനസ്സിലെ ആഗ്രഹം കാമം എന്നുള്ള ആ രോഗം നിന്ന് വിമുക്തരായിട്ട് ഉത്തമ ഭക്തിയെ പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ മഹാവിഷ്ണു തന്നെയാണ് പറയണത്. അത് ഭഗവാന് മനുഷ്യശരീര ബന്ധം തീരെ നിരാകരിക്കാനും അവതാര സമയത്ത് മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നൊക്കെ നമുക്കറിയാം. ആ ശ്രീകൃഷ്ണൻ്റെ ഓരോ ലീലാവിലാസത്തിലും ഇത് പ്രകടമാണെന്ന് ഓർമ്മിക്കാനാണ് ഇവിടെ മഹാവിഷ്ണു എന്ന് തന്നെ പറഞ്ഞ് ഇപ്രകാരം ശ്രദ്ധാപൂർവമുള്ള ഒരു ശ്രവണ കീർത്തനാദികൾ ആ ഉത്തമ ഭക്തി ഉളവാക്കുന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഫലശ്രുതി. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡാവർണ്ണനം നാമ ത്രയത്രിംശോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.